അപ്പം യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആ സരണി, അതിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് പ്രയാസങ്ങളുണ്ടാവും. പല നിലക്കുള്ളതായ പ്രയാസങ്ങളെ കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തപ്പെടും. നമ്മുടെ പ്രവർത്തകർക്ക് പ്രയാസങ്ങളുണ്ടാവും. പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കപ്പെടും. മഹാന്മാരാവുന്ന അയിമ്മത്തിനെ വംതുഹിയ അഹ്ലുൽ ഇൽമ് ലിയഖൂലു ബിഖൽഖിൽ ഖുർആൻ, അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ ഏറ്റവും വലിയൊരു ചർച്ച ചെയ്തത് ഖുർആൻ അല്ലാഹു മഖ്ലൂഖാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഇവിടെ കടന്നു വരും. അത് കടന്നു വരുമ്പോൾ പല നിലക്കുള്ള പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാക്കപ്പെടുന്നു. പണ്ടില്ല ചില മഹല്ലത്തുകളിൽ നിന്നൊക്കെ ചില ഉസ്താദന്മാരെ പിരിച്ചു വീണുണ്ട്. അത് കാരണം വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് ഇക്കാരം പിരിച്ചു വീണത്. പക്ഷേ പലരും ഇന്നലെ എന്നോട് ഒരുത്തം വിളിച്ചു പറഞ്ഞു, ഉസ്താദ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം പറഞ്ഞതുകൊണ്ട് അവിടുന്ന് പോകണമെന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഉസ്താദന്മാരൊക്കെ ഓരോ മഹലിൽ നിന്നും പിരിച്ചുവിടാനൊന്നും ആരും ശ്രമിക്കണ്ട. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമായിരിക്കും. അവർ ഉസ്താദന്മാരെന്ന് പറഞ്ഞത് വിശുദ്ധമാവുന്ന ദീനിൻ്റെ കാവൽക്കാരാണ് അവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ ഈ വിശുദ്ധമാവുന്ന ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും ആട്ടുതുപ്പൊക്കെ കേട്ടുകൊണ്ടിട്ടും അവർ പിന്നെയും ഈ രംഗത്ത് തന്നെ പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. അവർക്ക് മറ്റേതെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ പ്രത്യേകമാവുന്നതായ ഒരു ഖൈറ്, ആ ഖൈറിന് അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു ബഖിയ്യത്ത് ഖൈറ് അവരിലുണ്ട്. പിന്നെ ഈ കാലഘട്ടം കൊണ്ടുണ്ടാവുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അത് സാധാരണയുള്ളൂ. പക്ഷെ ഒരു ബഖിയ്യത്ത് ഖൈറ് അവരിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പം നല്ല നിലക്ക് നടക്കുന്ന മഹല്ലുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി സുന്നത്ത് ജമാഅത്തിനെയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയങ്ങൾ പറയുമ്പോൾ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഏതെങ്കിലും മഹല്ലത്തുകാരുണ്ടെങ്കിൽ അവരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത് ആ കളി സമസ്ത കേരള ജമീയത്തുൽ ഉലമയോടും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരോടും അതിൻ്റെ പ്രവർത്തകരോടും വേണ്ടാന്നുള്ളതാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഇവിടെ പ്രയാസങ്ങളുണ്ടാവും, പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളൊക്കെ സഹിച്ച് അതിനെ തരണം ചെയ്തുകൊണ്ടിട്ട് ഇപ്പോൾ വലിയൊരു പ്രയാസവും വേദനയൊക്കെ ഉള്ളൊരു സമയമാണ് ഇത്യാൻ വാപ്പി മസ്ജിദ്. നമുക്കറിയാലോ, ആ മസ്ജിദിൽ ഇവിടെ പൂജക്കുള്ളതായ ഒരു സമ്മതം കൊടുക്കുന്ന ഒരു വിധി ഇവിടെ വന്നു. അതിൽ നമുക്ക് ദുഃഖമുണ്ട്, ഖേദമുണ്ട്. ഇവിടെ ഇന്ത്യ രാജ്യത്തിൽ ആരാധനാലയങ്ങളെ സംരക്ഷണ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇവിടെ സംരക്ഷിച്ചുകൊണ്ടാവണം ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും മറ്റ് വിധികർത്താക്കളാണെങ്കിലും അവരൊക്കെ ഇവിടെ ചെയ്ത് അവർ ഇവിടെ വിധിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതൊക്കെ. അപ്പോൾ ആ നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അവിടെ പൂജയ്ക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം, ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് കോടാലി വെക്കണ നിലക്കുള്ള പ്രവർത്തനം ആരിൽ ഇതുണ്ടാവാൻ പാടുള്ളതല്ല. നമ്മളതിന് അതൊക്കെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കൊക്കെ നിയമപരമാവുന്നതായ ചില വഴികളുണ്ട്. ആ വഴിയിൽ കൂടി മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്നും അതെനിക്ക് വളരെ വ്യക്തമാവുന്നതായ ഒരു റൂട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അത് ഗവൺമെൻറ്റിനെ ഒറ്റടിക്ക് എതിർക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഇവിടുത്തെ കോടതി വിധികളെ എതിർക്കുന്നവരല്ല നമ്മളതിന് നിയമപരമായിട്ട് അതിനെ മറികടക്കാൻ കഴിയും. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമ സംഹിത ഉണ്ടല്ലോ, ഇവിടെ ഒരു ഭരണഘടന ഉണ്ട്, ഇവിടെ അതിനൊരു നിയമ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കൊണ്ടിട്ട് എങ്ങനെയാണ് ഈ നിലക്കുള്ള വിധികൾ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ നിലക്കുള്ളതായ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അല്ലാതെ ഈ രാജ്യത്ത് നിലക്കുള്ള പ്രയാസങ്ങളുണ്ടാക്കി ഇവിടെ വളരെയധികം സന്തോഷത്തോടെയും ഐക്യത്തോടെയും സ്നേഹത്തോടു കൂടി കഴിച്ചുകൂടുന്നതായ പല മതസ്ഥർ ഇവരിടയിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടിട്ട് എന്തെങ്കിലും നിലക്ക് വർഗീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതായ വിഭാഗിക ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ടിട്ട്
ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നതായ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അതിന് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഒരിക്കലും അതിനനുകൂലമല്ല. പലരും പറഞ്ഞു സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇതിന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാഞ്ഞെന്നൊക്കെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രതികരിക്കുമ്പോൾ അതിനതിൻ്റേതായ ഒരു ഭാഷ ഉണ്ട്. ആ ഭാഷയിൽ മാത്രമേ പ്രതികരിക്കുള്ളൂ. അതല്ലാതെ ആരെങ്കിലും പറയുന്ന ഭാഷയിൽ പ്രതികരിക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അത് മനസ്സിലാക്കണം. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ത് ശക്തമായ ഭാഷയിൽ ഇതിനെ എതിർക്കാക്കി. അതിന് സമസ്ത കേരള നമുക്ക് ശക്തമായ ഭാഷ പറയാനും അതിനെ എതിർക്കാനൊക്കെ അറിയാത്തതുകൊണ്ടല്ലോ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനം ഇത് മഹത്താവുന്ന ഒരു പ്രസ്ഥാനമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ദീൻ, ആ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാരിവിടെ സ്ഥാപിച്ച ഒരു സംഘടനയാണിത്. നമ്മളെപ്പോഴും പറയണതാണ്. അവരെ പ്രത്യേകമാവുന്നതായ നിർദ്ദേശങ്ങളും അവരെ നേരിലുമായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അവർക്കുള്ളതായ മദതുകൾ ആണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവരെ മദതുകൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. അത് യാതൊരു സംശയമില്ല. അതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഏതോ ചില ഖത്തീബുമാരൊക്കെ എവിടുന്നൊക്കെ പ്രസംഗിച്ച ഖുതുബയിൽ സമസ്തനെ ശക്തമായി വിമർശിക്കാനാണ് പോകുന്നത്. അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ബാംഗ്ലൂർ സമ്മേളനം അത് വളരെ വിജയിച്ചപ്പോൾ അതിന് ചില ആളുകളൊക്കെ കളിയാക്കുന്ന ചില മൗലവിമാരൊക്കെ ഉണ്ട് പല ഭാഗത്തും. അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്ന പടിയല്ല നമുക്ക്. ആ മറുപടി ഇതാണ്. ഈ സമ്മേളനം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറുപടി ചെയ്യുന്നത്. അല്ലാതെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ സമസ്തക്ക് എന്താ ബാംഗ്ലൂർ കൊണ്ട് സമ്മേളനം നടത്തിക്കൂടെ? എവിടെ നടത്തിക്കൂടെ? സമസ്ത എവിടെ സമ്മേളനം നടത്തുന്നത് ഇവന്മാരാ തീരുമാനിക്കേണ്ടത്. അപ്പോൾ സമസ്തൻ്റെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, സമസ്തൻ്റെ മഹാന്മാരാവുന്ന അസാത്തിദ്, സമസ്തൻ്റെ മറ്റുള്ള നേതാക്കന്മാർ അവരൊക്കെ കൂടിയെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം. അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നമ്മൾ ആ സമ്മേളനം നടത്തി. ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു ചെയ്തു. എവിടെയും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും. അതൊക്കെ വിജയിപ്പിച്ചെടുക്കാനും സമസ്ത കേരള ജമീയത്തുൽ ഉലമ കഴിയും. പിന്നെ ഏതെങ്കിലും കേക്കോ പടിഞ്ഞാറോ ഉള്ള മൗലവിമാർ അങ്ങനെ പലതും അവരൊക്കെ നമുക്ക് അതൊന്നും എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതൻ എന്നുള്ള നിലക്ക് പണ്ഡിതൻ്റെ ആ പാണ്ഡിത്യത്തിനോട് യോജിച്ചതല്ലാതെ മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ആര് എതിർത്ത് പറഞ്ഞാൽ. അപ്പോൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, ഇതിനെപ്പറ്റി നമുക്കറിയാം. ഇത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ് ഇവിടെ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ആര് തൊട്ട് കളിച്ചാൽ, ഇതിനെ ആര് തമാശയാക്കിയാലും ആര് പരിഹസിച്ചാലും ഇത് നമ്മളല്ല ഇതിന് മറുപടി പറയല്ലേ. ഇത് മഹാന്മാരാവുന്നതിൻ്റെ മശായിഖന്മാരായിരിക്കും മറുപടി പറയും. യാതൊരു സംശയമില്ല. അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരന്നും കൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താനും വേണ്ടി, ഈ പ്രസ്ഥാനത്ത് ദീനിൻ്റെ പ്രസ്ഥാനമാണ്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിലേക്കുള്ള സൈറിലാണ് നമ്മളുള്ളത്. ഇന്നൽ ഇൻസാന ലാ യസ്തതിഉ അൻ യസീറ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല. ഏതൊരു മനുഷ്യനും അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിലാണ്. ആ പ്രയാണത്തിൽ നമുക്ക് വിജയിക്കണ്ടേ? ആ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ശരിയായ റൂട്ടിൽ കൂടി നമ്മൾ പോകണം. എന്നാലേ ആ വിജയിക്കുള്ളൂ. അല്ലാതെ വഴി വളഞ്ഞു പോയാൽ ഒരിക്കലും വിജയത്തിലെത്തൂല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹുവിലേക്കുള്ളതായ സൈറ്, ആ പ്രയാണത്തിൽ ഏതൊരു മനുഷ്യനിക്കും ആ പ്രയാണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ മഹാന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താ? ഇല്ലാ ബി ഖൽബിൻ യർആ ഹുദൂദല്ലാഹ്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹുദൂദുകൾ, ആ അതിർവരമ്പുകളെ സൂക്ഷിക്കുന്നതായ ഒരു ഹൃദയം നമുക്കുണ്ടാവണം. വ ഈമാനിൻ സഹിയാവുന്ന ഈമാൻ നമ്മൾക്കുണ്ടാവണം. വ അഖീദത്തിൻ സാബിതത്തിൻ ഖൈറുൽ ഖുറൂൻ വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള അഖീദയാവണം നമ്മുടെ അഖീദ. മഹാന്മാരാവുന്ന സഹാബത്ത് അവരെ കാലഘട്ടത്തിൽ അവർ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കുനാനുഫദ്ദിലു ബഅദനാ അലാ ബഅദ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരേക്കാൾ ഫദ്ലുണ്ട് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. ഫനുഫദ്ദിലു അബൂബക്കർ അലാ ഉമർ വ ഉമർ അലാ ഉസ്മാൻ വ ഉസ്മാൻ അലാ അലി. ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും, ഉസ്മാൻ ബിൻ അഫ്ഫാനിനേക്കാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനും, അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉസ്മാൻ ബിൻ അഫ്ഫാനിനും ഫദ്ലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. സഹാബത്തിൻ്റെ വിശ്വാസമാണത്. ആ വിശ്വാസത്തിൻ്റെ എതിരാണ് പിന്നീട് ഷിയാക്കൾക്ക് ഉണ്ടായത്. ഇവരേക്കാളൊക്കെ ഫദ്ല് അലി റളിയല്ലാഹു അൻഹുവിനേക്കാളെന്ന് വിശ്വസിക്കണം. അങ്ങനെ അവരെ വിശ്വാസം പല നിലക്കുണ്ട്. ആ വിശ്വാസത്തിൻ്റെ വിശദീകരണത്തിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കടക്കുകയല്ല.